ക്ലാസ് ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു. പക്ഷെ ഇതിനുള്ള സംവിധാനമൊക്കെ ഇവിടെ നമ്മളെ പ്രവർത്തകന്മാര് ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ പുറമെ ഞാൻ വ്യാഴാഴ്ച പോയി അവര് പറഞ്ഞ 2 ബില്ല് അടച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രേഖകളൊക്കെ ഒപ്പിട്ട് കൊടുത്ത് ഏൽപ്പിച്ച് ഒക്കെ ഓക്കെയാണ് എന്ന് അറിഞ്ഞ് പോന്നതാണ്. പക്ഷേ ഇതുവരെയും അത് കട്ടായിട്ടില്ല. അതിനി നാളെ വീണ്ടും പോയി കട്ടാക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനൊരു ചതി. യഥാർത്ഥത്തിൽ ഇത് കൽപ്പിച്ചുകൂട്ടി അവർ ചെയ്യുന്നൊരു ചതിയാണ്. എത്രയോ ആളുകൾ തൽക്കാലം പോകുന്ന അന്ന് രാവിലെ പോയിട്ട് അവരുടെ ഹുക്കൂക്കുകളൊക്കെ തീർത്ത് കട്ടാക്കി, അവര് കട്ടാക്കി എന്ന് പറഞ്ഞ് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഈ ഒറ്റ ലൈന് കട്ടാകാത്തതിന്റെ പേരിൽ തിരിച്ചു പോരേണ്ടി വരുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചതി കുടുങ്ങരുത് എന്ന നിലക്കാണ് കുറച്ച് നേരത്തെ തന്നെ കട്ടാക്കാൻ പോവുകയും കട്ട് ചെയ്യിക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോഴും അവരത് കട്ടാക്കിയിട്ടില്ല. നമുക്ക് പിന്നെ ഇനിയും 2 ആഴ്ചയോളം നല്ലോണം ഉള്ളത് കൊണ്ട് ഇനിയും അതിന്റെ ബാക്കിൽ നടന്നിട്ട് അത് കട്ടാക്കിക്ക. ഏതായാലും പ്രവർത്തകന്മാരൊക്കെ മനസ്സിലാക്കുക, സ്വന്തം പേരിൽ ഇവിടുത്തെ ഇത്തിസാലാത്തിന്റെ ലാൻഡ് ലൈന് ഫോണുള്ളവര് നന്നായി ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ചിലപ്പോ പെട്ടെന്ന് എക്സിറ്റ് പോകേണ്ടി വരുന്നൊക്കെ ആവശ്യം വന്നാൽ ഒരു രക്ഷയുണ്ടാവില്ല. മരിച്ച മയ്യത്തെടുക്കാൻ വരെ ഈ വകുപ്പ്, ഈ വർഗം അനുവദിക്കൂല. മനസ്സിലായില്ലേ? ക്ലാസ് ഇനിയും കിട്ടാൻ പണിയുണ്ട്. അത് ഒരു ആവശ്യമില്ല. അത് നമ്മളെ പ്രിയപ്പെട്ട ബഷീറും അതുപോലെ തന്നെ നമ്മളെ SSF ചുള്ളിക്കയും ഇന്നലെ കോക്കനറ്റ് എന്ന് പറയുന്ന ഇവിടുത്തെ മറ്റേ ആ കുപ്പിയിലാക്കിയ കണക്ഷൻ കൊണ്ടുവന്നൊക്കെ ശരിയാക്കി തന്ന് പോയിണ്. മനസ്സിലായില്ലേ? ആ 2 ആളും കൂടിയാണേ, ബഷീറും ചുള്ളിക്കയുണ്ട്. ഒരു 2 ആളും കൂടി വന്നുകാണ്ട് അത് കോക്കനറ്റിന്റെ ഒരു കണക്ഷൻ, അതിനാണ് കുപ്പിയിലാക്കിയ കണക്ഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ കുപ്പിയിലാക്കിയ കണക്ഷനുമായിട്ട് കൊണ്ടുവന്ന് അതൊക്കെ ഇവിടെ കമ്പ്യൂട്ടറിന്റെ മൂർത്തായി കയറ്റി ഒക്കെ ശരിയാക്കി വെച്ചാണ്. ഈ കമ്പ്യൂട്ടർ തന്നെ ഭയങ്കര സംഗതിയാണെന്നാണല്ലേ നമ്മളെ വെപ്പ്. പച്ച സാധു വിസ്കീന, അതിനൊന്നും അറിയില്ല. നമ്മളാണ് പറഞ്ഞു കൊടുക്കുന്നത് അത്തമ്മേ പൂജ പൂജ പറയുന്നല്ലാതെ. അപ്പൊ അത് അതിന്റെ മൂർത്താക്ക് ആദ്യം അവിടെ കയറ്റിയെങ്കിലേ അതിനെ അറിയുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ കയറ്റിയൊക്കെ തന്ന് ശരിയാക്കി തന്നാണ് നമ്മളെ ചുള്ളിക്കയും ബഷീർ സാഹിബും കൂടി വന്നിട്ട് അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ദർസ് ഇൻഷാ അല്ലാഹ് തുടർന്നും ഉണ്ടാവും. നമുക്കിപ്പോ കുറച്ച് സമയം ഒന്ന് കുറച്ചാല് 2 മണിക്കൂറുള്ളത് 1.5 മണിക്കൂറാക്കി കുറച്ച് അല്പം ഒരു മാറ്റം വരും. ഇപ്പോ 1:40 തുടങ്ങുന്നത് 1 മണിക്ക് തുടങ്ങും. ഇവിടത്തെ 1 മണിക്ക്, UAE 2 മണിക്ക്. കാരണം ളുഹ്ർ നിസ്കരിച്ച് വന്നാൽ ചോറ് കഴിക്കണ്ടല്ലോ. അപ്പൊ ചോറ് കഴിക്കലും അതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഒരു ബാത്റൂം പോക്കും ഒന്നും വേണ്ടി വരൂല. അപ്പൊ അതുകൊണ്ട് ഇവിടത്തെ സൗദി ടൈം 1 മണിക്ക് തുടങ്ങി 2:30 അവസാനിപ്പിക്കും. അപ്പോ UAE തന്നെ അസർ ബാങ്ക് ആവുന്നതിന് മുമ്പ് തന്നെ ഒക്കെ തീർക്കാൻ കഴിയും. അങ്ങനെ പറ്റ നിർത്തി വെക്കാതെ ചെറിയ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിയുന്നത്ര മുന്നോട്ട് പോട്ടെ. അപ്പോ കൂട്ടത്തിൽ ഒന്നുകൂടി അറിയിക്കുന്നത്, സാധാരണ പോലെ റമദാനിലായി സ്പെഷ്യൽ ക്ലാസ് ഇല്ല. എനിക്കും ഇഷ്ടം പോലെ ധാരാളം ഉസ്താദന്മാര് പലരും റമദാനുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ക്ലാസും പ്രഭാഷണവും ഉത്ബോധനവും ഒക്കെ നടത്തുന്നുണ്ട്. ഞാൻ ഇതിന്റെ പുറമെ ചോദ്യങ്ങൾ വേണമെങ്കിൽ സാന്ദർഭികമായി ആവശ്യം വരുന്ന സംശയങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. എന്നാലും ഓത്ത് സാധാരണ പോലെ തുടർന്ന് ജുമായുടെ ബാബും തുടർന്ന് അങ്ങോട്ടുള്ള നേരിട്ടുള്ള ഓത്തും തന്നെ ആയിരിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പരമാവധി മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സഹായിച്ചവർക്കൊക്കെ അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൈറിന് വേണ്ടി പ്രവർത്തിക്കാനും അതിൽ സഹകരിക്കാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഇന്നാൾ നിർത്തിവെച്ചോടത്തു നിന്ന് കുറച്ച് ഭാഗം ഇന്ന് ഓതുക. ജുമയുടെ ഷർത്തുകളാണ് നമ്മൾ പറഞ്ഞു വന്നത്. 3-ാമത്തെ ഷർത്ത് മുതൽക്കാണ് ഇനി ഓതാനുള്ളത്.
ആലുരാജി അടിച്ചിട്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വസാലിസുഹ, ജുമുഅയുടെ ഷർത്തുകളിൽ മൂന്നാമത്തേത്, വുഖൂഉഹ, ആ ജുമുഅ സംഭവിക്കലാണ്. എവിടെ വെച്ച്? ബി മഹല്ലിൻ മഅദൂദിൻ മിനൽ ബലദി, ആ നാട്ടിലെ എണ്ണപ്പെട്ട ഒരു സ്ഥലത്തായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ നിബന്ധനയൊത്ത 40 ആളുകൾ സ്ഥിരതാമസക്കാരായി ഉണ്ടെങ്കിൽ അവരുടെ മേൽ ജുമുഅ ഫർളാകുമല്ലോ. അപ്പൊ ഏത് നാട്ടിലാണ് ഈ 40 ആള് സ്ഥിരതാമസക്കാരുള്ളതെങ്കിൽ ആ നാട്ടിൽ ഉൾപ്പെട്ട ഒരു സ്ഥലത്തായിരിക്കണം. അതിന്റെ ഏതാണ്ട് മധ്യത്തിലായിരിക്കൽ സുന്നത്തുണ്ട്. പക്ഷേ ഷർത്ത് മധ്യത്തിലാവണം എന്നതൊന്നുമില്ല. ആ മഹല്ലത്ത് ഏതാണോ ആ മഹല്ലത്തിന്റെ പരിധിയിൽപ്പെട്ട സ്ഥലം ആവണം, പുറത്താവരുത്. ഇപ്പൊ ഒരു നാട്ടില് ജുമാണ്ട്, ജുമാക്ക് നിബന്ധനയൊത്ത 40 ആളുകൾ താമസിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ജുമാ നടത്താതെ തൊട്ടടുത്ത മഹല്ലിലേക്ക് ജുമാക്ക് പോകാൻ പറ്റൂല. അതാ പറയണത്. ആ നാട്ടിൽ എണ്ണപ്പെട്ട സ്ഥലത്ത് ജുമാ നടന്നെങ്കിലേ ആ നാട്ടുകാർ കടമ നിർവഹിച്ചവരാവുകയുള്ളൂ. വലൗ ബിഫളാഇൻ മഅദൂദിൻ മിൻഹ, ആ നാട്ടിൽ എണ്ണപ്പെടുന്ന ഫളാ എന്ന് പറഞ്ഞാൽ കെട്ടിടമില്ലാത്ത തുറന്ന സ്ഥലത്തായാലും മദീന. ഇതിനിപ്പോ ജുമാ നടത്താൻ ഒരു പള്ളി വേണം എന്ന് ഷർത്തില്ലാന്ന് അതാപ്പ പറഞ്ഞതിന്റെ അർത്ഥം. പള്ളിയിൽ വെച്ച് ജുമാ നടത്തിക്കൂടുന്നുണ്ടോ? അങ്ങനെയില്ല. മറിച്ച് ഏതൊരു മഹല്ലത്തിലാണോ ജുമാ നടത്തൽ നിർബന്ധമായി 40 ആള് സ്ഥിരവാസക്കാരുള്ളതെങ്കിൽ ആ മഹല്ലത്തിന്റെ ഉള്ളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത്, അത് പള്ളി എന്നാണെങ്കിൽ വളരെ നന്നായി, ഹൈറാണ്. ഇനി പള്ളിയല്ലാത്ത മറ്റു വല്ല കെട്ടിടങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെയും ആവാം. ഇനി കെട്ടിടങ്ങളൊന്നുമില്ല, വൃത്തിയുള്ള ഒരു മൈതാനിയാണ്, അവിടുന്ന് ആയാലും കുഴപ്പമൊന്നുമില്ല. നിസ്കരിക്കാൻ വേണ്ട വൃത്തിയും കാര്യങ്ങളൊക്കെ വേണം എന്നല്ലാതെ, അതാണ് ഫളാഹ് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത്. മൈതാനി മരുഭൂമി എന്നുള്ള അർത്ഥത്തിലല്ല, കെട്ടിടമില്ലാത്ത സ്ഥലമാണെങ്കിലും മതി എന്ന്. അതായത് അതിന്റെ അർത്ഥം ബി അൻകാന ഫീ മഹല്ലിൻ, ഈ നിസ്കരിക്കുന്ന സ്ഥലം ആവണം, ഫീ മഹല്ലിൻ ലാ തഖ്സുറു ഫീഹി സ്വലാഹ്, യാത്രക്കാര് കസ്റാക്കൽ അനുവദിക്കപ്പെടുന്ന പരിധിയിലെത്തരുത് എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ നിന്ന് 2 മർഹലയോ അതിൽ കൂടുതലോ ദൂരം വരുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ഹലാലായ യാത്ര പുറപ്പെടുന്ന ഒരു വ്യക്തി അയാൾ താമസിക്കുന്ന നാട്ടിന്റെ അതിർത്തി വിട്ടുകിടന്നോടം മുതലേ യാത്രക്കാരനായി എണ്ണപ്പെടുകയുള്ളൂ. അവിടെ മുതലേ അയാൾക്ക് ജമ്മും ഖസറും അനുവദനീയമാവുകയുള്ളൂ. അങ്ങനെയുള്ള മഹല്ലത്തിന്റെ പുറത്തുള്ള സ്ഥലത്ത് ആവാൻ പാടില്ല. അതേ സമയത്ത് ഖസറാക്കാൻ പറ്റാത്ത ഈ നാട്ടിന്റെ പരിധിയിൽപ്പെട്ട സ്ഥലത്തായാൽ മതി. വൈലം യത്തസിൽ ബിൽ അബിനിയത്തി, ആ നാട്ടിലെ താമസക്കാരുടെ എടുപ്പുകളുമായി അത് ചേർന്ന് നിൽക്കുന്ന സ്ഥലമായിക്കൊള്ളണം എന്നില്ല. അപ്പൊ നമ്മളെ നാട്ടിൽ ആദ്യം തന്നെ മനസ്സിലാവില്ല. കേരളത്തിൽ നിന്ന് പുറത്തുപോയ ഗ്രാമ സംവിധാനമുള്ള പ്രദേശങ്ങളിൽ അത് മനസ്സിലാവും. കേരളത്തില് അങ്ങനെ ഒരു ഗ്രാമത്തിന്റെ സംവിധാനം ഇല്ല, എന്റെ കാഴ്ചയിൽ എവിടെയും പെട്ടിട്ടില്ല. മറിച്ച് കേരളം മൊത്തം പറഞ്ഞ ഒരു നിരന്ന പട്ടണം. അതേ സമയത്ത് കേരളത്തിൽ നിന്ന് പുറത്തുപോയ ഇന്ത്യയെ തന്നെ കാണാം ഒരു കോളനി. ആ കോളനിയിൽ ചിലപ്പോ 100, 150, 200 വീടുകൾ ഒന്നിച്ചുണ്ടാവും. ചെറിയ കോളനിയിൽ. വലിയ കോളനി ആണെങ്കിൽ 400, 500 വീടുകൾ ഒന്നിച്ചുണ്ടാവും. അത് വീട് എന്ന് പറഞ്ഞാൽ വീട് തന്നെ, തൊട്ട് 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 ഒന്നിന്റെ പുറത്ത് വേറെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ നിരന്തരം തൊട്ട് തൊട്ട് വീടുകൾ കഴിഞ്ഞതിന് ശേഷം ഈ വീട്ടുകളിൽ താമസിക്കുന്ന കുട്ടികളുടെ കളിസ്ഥലം, അതുപോലെ തന്നെ ഇവരുടെ വേസ്റ്റുകളൊക്കെ കൊണ്ടുപോയി തട്ടാനുള്ള കുപ്പത്തൊട്ടി തുടങ്ങിയത് ഒക്കെ അതിന്റെ അനുബന്ധങ്ങളായി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ കിലോമീറ്ററുകളോളം കൃഷിസ്ഥലമായിരിക്കും. അവിടെ ഒന്നും ആരും താമസിക്കൂല. ചിലപ്പോൾ ചില മാടങ്ങൾ ഉണ്ടാവും,
അതായത് കൃഷിസ്ഥലത്ത് ജോലിക്കാർക്ക് തൽക്കാലം ഭക്ഷണം ഉണ്ടാക്കാനോ കാവൽക്കാർക്ക് ഇരിക്കാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള, അല്ലാതെ താമസക്കാരുണ്ടാവില്ല. ഇങ്ങനെ വരുമ്പം ഈ ഗ്രാമം എന്ന് പറയുന്നത് ഈ കോളനിയായ ഈ തൊട്ടുള്ള വീടുകളൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ കുട്ടികളെ കളിസ്ഥലം, അതുപോലെ തന്നെ ഈ കുമാമ തട്ടുന്ന സ്ഥലം എന്നിവയൊക്കെ കഴിച്ച് പുറത്തു കടക്കുമ്പം ആണ് ആ കറിയന്റെ അതിർത്തി വിട്ടു എന്ന് പറഞ്ഞത്. അവിടെ മുതൽക്ക് ജമ്മു കസറുവാക്കാൻ പറ്റുള്ളൂ എന്നതുപോലെ ഈ മഹല്ലത്തിന്റെ പരിധിയായി കണക്കാക്കപ്പെടുന്ന അതിർത്തിയുടെ പുറത്തായാൽ പോരാന്ന് എന്നാ അപ്പൊ പറഞ്ഞത്. അത് പക്ഷെ നമ്മളെ നാട്ടിൽ ഇപ്പൊ അങ്ങനെ കാണൂല. എന്നാലും 4 അതിര് കൊണ്ട് തിരിയുന്ന പ്രത്യേകം പേരിൽ അറിയപ്പെടുന്ന നാടുകൾ നമ്മളെ നാട്ടിലുണ്ട്. അങ്ങനെ നമ്മളെ നാടിന് മഹല്ല് തിരിയ, അതിന്റെ കിഴക്കേ അതിർത്തി ഇന്നതാണ്, പടിഞ്ഞാറേ അതിർത്തി ഇന്നതാണ്, തെക്ക് ഇന്നതാണ്, വടക്ക് ഇന്നതാണെന്ന് കൃത്യമായിട്ട് അറിയപ്പെടും. ഈ നാട്ടിന് പ്രത്യേക പേരും ഉണ്ടാവും. അങ്ങനെ ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുന്ന 4 അതിര് കൊണ്ട് വേർതിരിയുന്ന ഒരു പ്രദേശമാണെങ്കിൽ ആ 4 അതിരിന്റെ ഉള്ളിൽ ആയിരിക്കണം ആ നാട്ടുകാരുടെ ജുമാ. ആ 4 അതിരിന്റെ പുറത്തു പോയാൽ മതിയാവൂല. അതാ ബിഖിലാഫി മഹല്ലിൻ, ഒരു സ്ഥലത്ത് വെച്ച് ജുമാ നിസ്കരിക്കുന്നതിനെതിരെ എന്ന് പറഞ്ഞാൽ അത് സയ്യാവൂല. എങ്ങനത്തെ മഹല്ല്? വൈരി മഹദൂദി മിൻഹ, ആ കറിയയിൽ അല്ലെങ്കിൽ ആ ബൽദത്തിൽ എണ്ണപ്പെടാത്ത അതിന്റെ അതിർത്തിന്റെ പുറത്തുള്ള സ്ഥലം. ആ പുറത്തുള്ളതെന്ന് പറഞ്ഞത് വൈർ മഹദൂദായ സ്ഥലം എന്ന് പറഞ്ഞത് മായുജവ്വിസു സഫറു അൽ ഖസറ മിൻഹു, ഹലാലായ ദീർഘയാത്ര പോകുന്ന ഒരാൾക്ക് ആ സ്ഥലത്ത് വെച്ച് ഖസറാക്കാൻ തുടങ്ങാൻ പറ്റുന്ന നാട്ടിന്റെ അതിർത്തിയുടെ പുറത്തുള്ള സ്ഥലം. അങ്ങനത്തോടത്തുനിന്ന് ജുമാ നിസ്കരിച്ചാ പറ്റൂല. നമ്മളെ നാടുകളിൽ പലപ്പോഴും ഈ നിബന്ധന പാലിക്കപ്പെടാതെ പോയിരുന്നു മുമ്പ്. ഇപ്പോൾ അത് കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ വീടുകളും ആളുകളും വർദ്ധിച്ചു വന്നപ്പോ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൊക്കെ ജുമാ തുടങ്ങി. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ആഖിർ സമാന്റെ ഒരു ഫിത്തിനെയാണ് എന്ന്. അങ്ങനെയല്ല, അത് ഫർദായ കടമയാണ്. 4 അതിർത്തി കൃത്യമായി വേർതിരിച്ച് ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്ത് നിബന്ധനയൊത്ത 40 ആളുകൾ മുസ്ലിങ്ങളായ പുരുഷന്മാർ താമസക്കാരുണ്ടെങ്കിൽ അവിടെ ജുമാ നടത്തൽ നിർബന്ധമാണ്. തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ ജുമാ നടക്കുന്നുണ്ട്, അവിടെ നിന്നുള്ള ബാങ്ക് വ്യക്തമായി ഇപ്പുറത്ത് കേൾക്കാം. എന്നാലും ഈ നാട്ടുകാർ കുറ്റക്കാരാണ്. കാരണം ഈ നാട്ടിൽ ഒരു ജുമാ നടത്തൽ അവരുടെ മേൽ ഫർളാണ്. അത് നടത്താത്തതിന്റെ പേരിൽ അവർ അടുത്ത നാട്ടിൽ പോയി ജുമാ നിസ്കരിച്ചാൽ പോലും ഈ നാട്ടിൽ ജുമാ നടത്തുന്നില്ല എന്നതിന്റെ പേരിൽ അള്ളാഹിന്റെ അടുക്കൽ അവർ കുറ്റക്കാരാണ്. അപ്പൊ അതിന് ഉസ്താദെ അവിടെ ഇന്ന് സാധുക്കളുണ്ടായിന്, അവിടെ അങ്ങനത്തെ ഒരു പള്ളി എടുക്കാനൊന്നും ഓലോട് കഴിയൂല. ആരെ പേര് പള്ളിയാണ് ജുമാക്ക് എന്ന് പറഞ്ഞ് നമ്മൾ മിൻഹ, ആ കറിയിൽ എണ്ണപ്പെട്ട ഒരു കാലി സ്ഥലം, ഒഴിഞ്ഞ സ്ഥലം, അവിടെ ഒന്നാട് തട്ടി നിരത്തിയിട്ട് കുറച്ച് പായ കൊണ്ടേ വിരിച്ചോട്ടെ. പായ വഖഫ് ചെയ്യാൻ കഴിയൂലെങ്കിൽ ഓരോരുത്തരും പോകുമ്പം വീട്ടിൽ നിന്ന് ഓരോ പായ കൊണ്ടുപോയിക്കോട്ടെ. അത് വിരിച്ചിട്ട് മൂല്യാര് ഖുതുബി ഓതി നിസ്കരിച്ചാ മതിയല്ലോ. അല്ലാതെ ഇപ്പൊ അതിനൊരു 75 ലക്ഷം മുടക്കിയിട്ട് ആ ഓല വിരിച്ചാലും മതി. അതിനിപ്പോ ഒരു 75 ലക്ഷം മുടക്കിയിട്ട് ഒരു 2 തട്ടുള്ള പള്ളിയും അതിനൊരു 4 മുനാരും ഉണ്ടാക്കിയെങ്കിലേ ജുമക്കരിക്കാൻ പാടുള്ളൂ എന്നൊന്നും ഇസ്ലാമിൽ ആരും പറഞ്ഞിട്ടില്ല. അത് ഞമ്മക്ക് ഇങ്ങനെ തോന്നുകയാണ്. ഇനി ഫറോൻ ലൗകാന ഫീ ഖറിയത്തിൻ, ഒരു ഗ്രാമത്തിൽ ഉണ്ടായിരുന്നാൽ ആരുണ്ടായി? 40 കാമിലൂൻ, നേരത്തെ പറഞ്ഞേക്ക് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള സ്വതന്ത്രരായ പുരുഷന്മാരായ സ്ഥിരതാമസക്കാരായ 40 ആളുകൾ. അവിടെ വന്നിട്ട് ജോലിക്ക് വന്നു കൂടിയ മുഖീമീങ്ങളല്ല, ആ നാട്ടുകാരായ മുവാത്തിനീങ്ങളായ 40 നിബന്ധനയൊത്ത പുരുഷന്മാർ ഒരു ഖറിയയിലുണ്ടെങ്കിൽ ലസിമത്തുഹുമുൽ ജുമാ, അവർക്ക് ജുമാ നടത്തൽ ഫർള് തന്നെയാണ്. അതിനിപ്പോ മൗലിയാർക്ക് മാസപ്പടി കൊടുക്കാൻ കഴിയൂല. അതിന് ആരെയിപ്പോ മൗലിയാർ കാണുന്ന അറിഞ്ഞ്? മുസാഫിർ നോക്കി ഓതാൻ അറിയില്ലേ? അറിയും. എന്നാ അതുപോലെ ഒരു കുത്തുബ കിതാബ് വാങ്ങാം,
അതിൽ നോക്കിയിട്ട് വായിക്കാൻ പഠിക്കുക ഒരാള്, അത് വയ്ക്കൂലേ? ആ നോക്കി വായിക്കാനൊക്കെ വയ്ക്കും. ആ എന്നാ മതി. മെമ്പർ ഉണ്ടാക്കാനുള്ള പൈസ ഒന്നും ഓരോ വേണ്ട, മെമ്പറെ വേണ്ടാന്ന്, ഒരു സ്റ്റൂൾ കൊണ്ടൊന്ന് വെച്ചോളൂ, അയിമ കയറി നോട്ടെ. അല്പൊരു ഉയർന്ന സ്ഥലത്തായാലേ സുന്നത്തുള്ളൂ. ഒരു സ്റ്റൂള് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറി നിന്ന് മുസാഫ് നോക്കി ഓതും പോലെ ഈ കിതാബ് മറിച്ചിട്ട് അതിന്ന് ഇങ്ങനെ നോക്കി വായിച്ചോട്ടെ, എന്നാ മതി. ഉത്തുമക്കേ ഫാത്തിഹ തെറ്റില്ലാതെ ഓതാൻ അയാൾക്ക് അറിയുമ്പേ നിസ്കാരത്തിന് അർത്ഥം പറഞ്ഞു നോക്കാൻ അറിയാം. അങ്ങനത്തെ ഒരാളെ നിൽക്കിച്ചാൽ മതി. അങ്ങനെയുള്ള എത്ര നാടമല്ലാമാരുണ്ട്, അത് മതി. എന്നാലും നിർബന്ധമാണെന്നല്ല. നോക്കണം, നല്ലോണം നോക്കണം. വല്യഹ്റുമു അലൈഹിം, 40 ആടുകൾ നിബന്ധന ഒത്ത ഉള്ള നാട്ടുകാരുടെ മേലെ ഹറാമാണ്. അലൽ മുഅ്തമദി, മദ്ഹബിൽ മുഅ്തമദായ അനുസരിച്ച് തഅ്തീലു മഹല്ലിഹിം, അവരുടെ ആ മഹല്ലിനെ മുടക്കാക്കൽ, മിൻ ഇഖാമത്തിഹാ, ജുമാ നടത്തുന്നതിൽ നിന്നിട്ടും മുടക്കിയിട്ട്, വദ്ഹാബു ഇലൈഹാ, എന്നിട്ട് ജുമായിലേക്ക് പോകല്, ഫീ ബൽദിൻ ഉഖ്റാ, അടുത്തുള്ള ഒരു നാട്ടിലേക്ക്. ഇവിടെ തന്നെ 4 അതിർത്തി കൊണ്ട് വേർതിരിയുന്ന സ്വന്തം പേരുള്ള ഒരു ഗ്രാമം, അവിടെ 40 മുസ്ലിങ്ങളായ സ്ഥിരതാമസക്കാരായ പുരുഷന്മാരുണ്ട്. എന്നിട്ട് ആ നാട്ടിൽ എന്തെങ്കിലും നൊണ്ടിനായം പറഞ്ഞ് ജുമാ നടത്താതെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് നടക്കുന്ന ജുമായിൽ പോയി ജുമാ നിസ്കരിക്കൽ, സംഗതി വൈൻ സമീഉൻ നിദാ, അവിടെ നിന്നുള്ള ബാങ്ക് ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഹറാമാണ്. ഇവിടെ ജുമാ നടത്തൽ വുജൂബാണ്, അടുത്ത നാട്ടിൽ പോയി ഇവിടെ ജുമാ നടത്താതെ അടുത്ത നാട്ടിൽ പോയി ജുമാക്ക് കൂടൽ ഹറാമാണ്. മനസ്സിലായില്ലേ? മഹാനായ ഇബ്നു റിഫഅത്ത് റഹ്മഹുല്ലാ തങ്ങളും മറ്റു ചില ഇമാമിയങ്ങളും പറഞ്ഞിരിക്കുന്നു, ഇന്നഹും, ഇങ്ങനെ ഒരു നാടൻ ഗ്രാമത്തിലുള്ള 40 നിബന്ധനയൊത്ത ആളുള്ള നാട്ടുകാര്, ഇദാ സമയൂ, അവര് ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ, അത് ഇദാ സമയൂ നിദാ, അവര് ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ, മിൻ മിസ്ര, അവരുടെ തൊട്ടടുത്തുള്ള പട്ടണത്തിൽ നിന്നിട്ട്, അപ്പൊ ഇവര് പട്ടണത്തിന്റെ പരിസരത്തുള്ള ഗ്രാമവാസികളാണ്. അപ്പുറത്തുള്ളത് നാടല്ല, നാട്ടുംപുറമല്ല, പട്ടണമാണ്. അങ്ങനെ പട്ടണത്തിൽ നിന്നുള്ള ബാങ്ക് കേൾക്കുന്നുണ്ട് ഈ ഗ്രാമീണർ എങ്കിൽ, ഫഹും, ഇങ്ങനെയുള്ള സാഹചര്യത്തിലുള്ള ഗ്രാമീണർ, മുഖയ്യറൂന, അവർക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ട്. ബൈനായി യഹ്ദുറുൽ ബലദ ലിൽ ജുമുഅത്തി, വേണമെങ്കിൽ ഈ പട്ടണത്തിൽ നടക്കുന്ന ജുമുഅയിൽ ഹാദിറാവുകയോ, വബൈനായി യുഖീമുഹാ ഫീ ഖറിയതിഹിം, അവരുടെ ഗ്രാമത്തിൽ തന്നെ ജുമുഅ നടത്തുകയോ രണ്ടും ചെയ്യാം. അപ്പൊ അവിടെ ഈ ഹറാമ് വരൂലാന്ന്. അതാ പറഞ്ഞതിന്റെ അർത്ഥം. നേരത്തെ പറഞ്ഞത് തൊട്ടടുത്ത് ഇവരെ നാട്ടിൽ ഷർത്തൊത്ത 40 ആൾ ഉള്ളതോടുകൂടി ജുമുഅ നടക്കാതെ അടുത്ത ഗ്രാമത്തിലേക്കോ നാട്ടിലേക്കോ ആണ് പോകുന്നതെങ്കിൽ ഹറാമ് തന്നെ. എന്നാൽ തൊട്ടടുത്തത് പട്ടണമാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ജില്ലാ കലക്ടറും ഒരു കോടതിയും ഒരു പോലീസ് സ്റ്റേഷനും ഉൾക്കൊള്ളുന്ന ഒരു ടൗണാണ് മിസ്ർ എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു പട്ടണത്തിലേക്കാണ് പോകുന്നത് എങ്കിൽ ഹറാമില്ല. അപ്പൊ പട്ടണത്തിന്റെ പരിസരത്തുള്ള ഗ്രാമങ്ങളാണെങ്കിൽ അവർക്ക് രണ്ടും ചെയ്യാം. അവരുടെ ഗ്രാമത്തിൽ ജുമാ നടത്താം, അതാണ് നല്ലത്. ഇനി വേണമെങ്കിൽ എന്തു ചെയ്യും ചെയ്യാ, ഗ്രാമത്തിൽ ജുമാ നടത്താതെ പട്ടണത്തിൽ നടക്കുന്ന ജുമായിൽ പോയി കൂടാം. എന്നാ അവരവിടെ വന്നുകൂടിയോലെ അവിടത്തുകാരായിട്ട് പോലെ എന്തായാലും ഒന്നുമില്ല. അതാ വൈദാ ഹദറു എന്നിട്ട് മുബരനെ പറയാണ്, വൈദാ ഹദറു, അങ്ങനെ ഈ ഗ്രാമവാസികൾ ഹാദിറായാല്, അൽ ബലദ, ഈ പട്ടണത്തിൽ ഹാദിറായാൽ, ലായക്കുമുൽ ബിഹിമുൽ അദദു, അവരെ എണ്ണത്ത് കൂട്ടൂല. കണ്ടോ, അവര് വന്നുകൂടിയോല, ആ ജുമാന്റെ ആളുകളായിട്ട് അവിടെ കൂട്ടില്ല. പക്ഷെ ഫർദ് വിടും അത്ര. എന്തുകൊണ്ടില്ല? അന്നഹും, കാരണം ഇപ്പോൾ ഈ ഗ്രാമീണരായിരിക്കുന്ന ആളുകൾ പട്ടണത്തിൽ വന്നു കഴിയുമ്പോൾ ഈ ഗ്രാമീണർ ഫീ ഹുക്മിൽ മുസാഫിരീൻ, ആ നാട്ടുകാരല്ലല്ലോ, അവര് മുസാഫിരീങ്ങളുടെ കൂട്ടത്തിൽ ജുമാ ഫർസാവുമെങ്കിലും അവരുടെ എണ്ണം കൊണ്ട് 40 തേക്കാൻ പറ്റൂല. ഇതിപ്പോ 40 ആട് ഇല്ലാത്ത ഉള്ള സ്ഥലത്താണ് കഥ പറഞ്ഞത്. ഇനി വൈദാലം യകുൻ ഫിൽ ഖറിയത്തി, ഇനി ഒരു പ്രത്യേക അതിർത്തി തിരിയുന്ന സ്വന്തം പേരുള്ള ഒരു ഗ്രാമമുണ്ട്, പക്ഷെ ആ ഗ്രാമത്തിന് ഇല്ല ജമുൻ തൻഅഖിദു ബിഹിമുൽ ജുമുഅത്ത,
ജുമാ കെട്ടുപെടാൻ ആവശ്യമായ നിബന്ധനയൊത്ത 40 ആളുകൾ ഇല്ല. അങ്ങനത്തെ ഒരു നാടാണ്. അന്തില്ലാത്ത ആളില്ലാഞ്ഞിട്ടു അവരോ ബിംതിനായി ബാളിഹിം മിൻഹ, ചില ആളുകൾ ജുമാക്ക് പോകാത്ത വല്ല കള്ളത്തരീക്കത്തിലും കുടുങ്ങിയോലാണ്. ഓലെന്തായാലും ജുമാക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്ന കൂട്ടരാണ്. അപ്പൊ പിന്നെ ഓലില്ലാത്ത കൂട്ടത്തിലാണ്. ഏതായാലും 40 ആൾ ഒരു മഹല്ലത്തിൽ നിബന്ധനയൊത്തവർ തികയില്ലെങ്കിലോ, എന്നാ പിന്നെ അവിടെ ജുമാ നടത്താൻ പാടില്ല. പിന്നെന്ത് വേണം? ആ സാഹചര്യത്തിൽ യൽസമുഹും 40 ആൾ എണ്ണം തികയാത്ത ഗ്രാമീണരെ സംബന്ധിച്ച് നിർബന്ധമാണ് അസ്സയു, അവര് പോകല്. എവിടേക്ക് പോകല്? ഇലാ ബലദിൻ, അടുത്തുള്ള ഒരു നാട്ടിലേക്ക്. എങ്ങനത്തെ നാടാണ്? യസ്മഊന, ഇവർ കേൾക്കും, മിൻ ജാനിബിഹി, ആ നാട്ടിന്റെ ഈ അതിർത്തിയിൽ വെച്ച് വിളിച്ചാൽ അന്നിതാവ് വിളി കേൾക്കും. അതിന് ഇവിടെ ചുരുക്കി പറഞ്ഞതാ, വിശദമായി പറഞ്ഞിട്ടുണ്ടത്. അതായത് ഈ ജുമുഅ നടക്കുന്ന നാട്ടിന്റെ ഈ ഗ്രാമത്തിന്റെ ഭാഗത്തുള്ള അതിർത്തിയിൽ ഒരാൾ വന്ന് നിൽക്കുക. എന്നിട്ട് ഈ 40 ആള് തികയാത്ത ഗ്രാമത്തിന്റെ ഈ ജുമുഅ നടക്കുന്ന നാട്ടിന്റെ അതിർത്തിയുടെ ഭാഗത്തിന്റെ തലക്കൽ വന്നിട്ട് ഒരാൾ നിൽക്കുക. എന്നിട്ട് കാറ്റും ശബ്ദവും അടങ്ങിയ സമയത്ത് നിരപ്പായൊരു സ്ഥലത്താണെങ്കിൽ ആ നാട്ടിന്റെ അതിർത്തിയിൽ നിൽക്കുന്ന ആൾ ഉച്ചത്തിൽ വിളിച്ചാൽ ഈ നാട്ടിന്റെ അതിർത്തിയിൽ നിൽക്കുന്ന ആൾക്ക് കേൾക്കാവുന്ന ദൂരത്തിലുള്ള നാടുകളാണെങ്കിൽ അവർക്ക് ആ നടക്കുന്ന നാട്ടിൽ പോയി ജുമാ നിസ്കരിക്കൽ നിർബന്ധമാണ്. അത്രയും കേൾക്കൂല, അതിലും ദൂരാണ്. ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളെ കുഴിമണ്ണക്കാർക്ക് കൊണ്ടോട്ടി പോയി ജുമാ നിസ്കരിക്കൽ വുജൂബ് വരൂല, മനസ്സിലായില്ലേ? അതേ സമയത്ത് കീച്ചിരി പോയി ജുമാ നിസ്കരിക്കേണ്ടി വരും. കുഴിമണ്ണയില് ആളില്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ, ഇപ്പൊ 5 ജുമാ 6 ജുമാ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴും ആളേറെ. അങ്ങനെ വന്നാൽ ഈ അതിർത്തി, 2 നാട്ടിന്റെയും തൊട്ടുള്ള അതിർത്തിയിൽ നിരപ്പായൊരു സ്ഥലമാണെന്ന് സങ്കല്പിച്ചിട്ട് 2 ആള് നിന്ന് ഒച്ചും കാറ്റും ഒക്കെ അടങ്ങിയ സമയത്ത് ഉറക്കം വിളിച്ചാൽ കേൾക്കാവുന്ന അത്ര അകലമുള്ള നാട്ടിൽ ആണ് ജുമയുള്ളൂ എങ്കിൽ അവിടെ പോയി ജുമാ നിസ്കരിക്കൽ വുജൂബാണ്. ഇനി قال ابن الجيل رحمه الله ولو تعددت مواضع متقاربة, തൊട്ടുള്ള കുറെ നാടുകളുണ്ട്. തൊട്ടടുത്തുള്ള കൊണ്ടോട്ടിക്ക് ഒരു 5 കിലോമീറ്റർ ഉണ്ട് കീച്ചീരിന്ന്. അപ്പൊ ഞങ്ങളെ കുഴിമണ്ണ, നമ്മളെ കീച്ചീരിന്റെ പേരിന്റെ അവിടെ നിന്ന് കൂട്ടിയാല് ഒരു 6.5 കിലോമീറ്റർ കഷ്ടിച്ചിട്ടുണ്ടാവും. എന്റെ അവിടെ നിന്ന് കൂട്ടിയാൽ ഒരു 8 കിലോമീറ്റർ ഉണ്ടാവും കൊണ്ടോട്ടിക്ക്. വലോ തഅദ്ദദത്ത് മവാദിഉ, കുറേ സ്ഥലങ്ങൾ ഉണ്ടായി. മുഖ്തകാരിബത്തും അടുത്തടുത്ത സ്ഥലങ്ങളാണ്. വതമയ്യസ കുല്ലുൻ, ഈ ഓരോ സ്ഥലങ്ങളും വേർതിരിയുന്നു ബിസ്മിൻ, പ്രത്യേക പേരുകൊണ്ട്. പ്രത്യേക പേരുണ്ട്, അതോടുകൂടി 4 അതിർത്തി കൊണ്ട് വേർതിരിയും വേണം. എങ്കിൽ ഫലി കുല്ലിൻ ഹുകുമുഹു, ഓരോ സ്ഥലത്തിനും അതിന്റെ സ്വന്തം ഹുക്കുമാ. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോ പ്രദേശത്തും നിബന്ധനയൊത്ത 40 ആളുകൾ ഉണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും ജുമാ നിർബന്ധാണ്. ഇനി കാക്കാമാര് വിചാരിക്കണ്ട, കുറെ സക്കാഫികളും മഹസനികളും ഒക്കെ പാടെ ഇറങ്ങിയിട്ട് ഇറ്റങ്ങൾക്കൊക്കെ പണി വേണല്ലോ എന്ന് കരുതിയിട്ട് നാട്ടിൽ നിറച്ച് ജുമാ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഞാനല്ല പറയുന്നത്, ഇബ്നു ജൈൽ റഹ്മത്തുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഫത്ഹുൽ മുഈനിൽ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പറയാം, ഇങ്ങനെയുള്ള ഓരോ പ്രദേശത്തും ജുമാ നടത്തിക്കൊള്ളണം. കാരണം ശൈഖുന ഇബ്നു ജൈൽ റഹ്മത്തുള്ളാഹി തങ്ങളുടെ ഖൗലിനെ പറ്റിയിട്ട് ശൈഖുന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയാ, ഇന്നമാഅത്ത് ജിഹുദാലിക, ഈ പറഞ്ഞത് അതായത് അടുത്തടുത്ത പ്രദേശങ്ങൾക്ക് പ്രത്യേകം പേരുണ്ടെങ്കിൽ അവിടെയൊക്കെ ജുമാ 40 ആളുണ്ടെങ്കിൽ വേണം എന്ന് പറഞ്ഞത് പ്രബലമാവുന്നത് ഇൻ ഉദ്ദ കുല്ലുൻ, ഈ ഓരോ സ്ഥലങ്ങളും എണ്ണപ്പെടുമെങ്കിൽ മയദാരിക്ക, ഇങ്ങനെ പ്രത്യേക പേര് കൊണ്ട് അറിയപ്പെടുന്നതോടുകൂടി ഖറിയത്ത് മുസ്തഖില്ലത്തൻ, ഒരു സ്വന്തം പ്രദേശമായി എണ്ണപ്പെടണം. ഉറുഫില് നാട്ടുറുഫ് അനുസരിച്ച് ഇത് ഒരു പ്രത്യേക കറിയയായി എണ്ണപ്പെടുന്നുണ്ടെങ്കിൽ തൊട്ടുള്ള പ്രദേശമാണെങ്കിലും 40 ആൾ കഴിഞ്ഞാൽ അതാത് സ്ഥലത്ത്, അല്ലാതെ പേര് മാത്രം ഉണ്ടായാൽ പോരാന്ന്. അതാപ്പ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിന്റെ ഒരു പ്രത്യേകത, ഓരോ വീട്ടുവളപ്പിന് വരെ ഒരു പേരുണ്ടാവും. അപ്പൊ ഒരു വീട്ടുവളപ്പിനൊരു പേര്,
ആ ഒരു വളപ്പിൽ തന്നെ ഒരു 10-15 വീടുണ്ട്. അടുത്ത് തന്നെ തൊട്ട് വേറൊരു വളപ്പുണ്ട്. ആ വളപ്പില് അതിനും 10-15 വീടുണ്ട്. എന്നാ അത് രണ്ടും രണ്ട് കറിയാക്കിയിട്ട് കൂട്ടാൻ പറ്റുമോ? അതില്ല. ഈ പേരുള്ളതോട് കൂടി തന്നെ ഒരു സ്വന്തം കറിയയായിട്ട് ഉറുഫ് കണക്കാക്കുകയും കൂടി വേണം. അതിനായി ചെറിയ പ്രദേശമായി തിരിയണം എന്നർത്ഥം. ഇനി മുത്തവത്തിനീങ്ങളായ 40 ആള് താമസിക്കണല്ലോ. അതിനെപ്പറ്റി പറയാം. ഫറവൻ ലോ അക്റഹ സുൽത്താനു, ഒരു നാട്ടിലെ ഭരണാധികാരി നിർബന്ധിച്ചു അഹില കറിയത്തിൽ ഒരു കറിയക്കാരായ ആളുകളോട്. എന്താണ് നിർബന്ധിച്ചത്? മിൻഹ, ആ കറിയയിൽ നിന്നിട്ട് താമസം മാറ്റിക്കൊള്ളാൻ. ഗവൺമെന്റിന്റെ ഓർഡർ വന്ന പേരം നിവൃത്തിയൊന്നുമില്ലല്ലോ. എന്നിട്ട് യബുനു, അവര് കെട്ടിടമെടുത്ത് താമസിക്കാനും ഫീ മൗദീൻ ആഖറ, വേറൊരു സ്ഥലത്ത്. മനസ്സിലായി? ഇവിടേക്ക് മുഹത്തത്ത് എന്നാ പറയാ. പുതിയൊരു മുഹത്തത്ത് ഉണ്ടാക്കിയിട്ട് ആ മുഹത്തത്തിൽ പോയി താമസിക്കണം എന്ന് പറഞ്ഞു. നിലവിലുള്ള ഗ്രാമം ഒഴിഞ്ഞു കൊടുക്കാനും മറ്റൊരു മുഹത്തത്ത് നിർണയിച്ചിട്ട് അവിടെ പോയിട്ട് ഗ്രാമം കെട്ടി താമസിക്കാനും ഒരു ഗവൺമെന്റ് ഓർഡർ ഇട്ടു നോക്കുക. അങ്ങനെ ഗവൺമെന്റിന്റെ ഓർഡർ അല്ലേ എന്നുള്ള മനല്ല മനസ്സുള്ള കൂടെ പോയി. ഫസക്കനൂഫിഹി, അങ്ങനെ ആ മറ്റേ രണ്ടാമത് ഗവൺമെന്റ് നിർദ്ദേശിച്ച പ്രദേശത്ത് പോയി ഒരു താമസാക്കി. പക്ഷേ ഖസ്ദുഹും, ആ താമസിക്കുമ്പോൾ അവരുടെ ഉദ്ദേശം ആദ്യം അവര് താമസിച്ച നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോരാനാണ്. എപ്പോ ഇതാ ഫറജല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൊട്ട് ഈ ഇബ്തിലാഹ് നീക്കിക്കളഞ്ഞാൽ. എന്ന് ഇങ്ങനെയുള്ള ചില ഭരണാധികാരികൾ വന്നിട്ട് നാട്ടിന്റെ പുരോഗതിന്നോ പരിഷ്കരണമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേര് പറഞ്ഞുകൊണ്ട് ഒരു നാട്ടുകാരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു അദാബാണ്. അതുകൊണ്ടാണ് ഫറജ എന്ന് പറഞ്ഞു. പലപ്പോഴും ഈ പല പുരോഗമനത്തിന്റെയും പേര് പറഞ്ഞിട്ട് പാവപ്പെട്ട ജനങ്ങളെ അക്രമമായിട്ട് കുടിയൊഴിപ്പിക്കുന്ന പല ഗവൺമെന്റുകളുമുണ്ട്. അതിന്റെ മസ്ഊലിയങ്ങളൊക്കെ പിന്നീട് കണ്ണീർ കുടിക്കേണ്ടി വരികയും ചെയ്യും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭരണാധികാരിയെ പരാജയപ്പെടുത്തി അല്ലെങ്കിൽ അയാൾ മരിച്ച് ഈ ഇബ്തിലായിൽ നിന്ന് രക്ഷപ്പെട്ടാൽ തിരിച്ച് നമ്മളെ വയനാട്ടിലെ തന്നെ പോണം എന്നാണ് ഉദ്ദേശം എങ്കിൽ ലാ തൽസമുഹുൽ ജുമുഅ, ഇപ്പോൾ അവർ താമസിക്കുന്ന പ്രദേശത്ത് അവർക്ക് ജുമുഅ നിർബന്ധമില്ല. കാരണം അവിടെ ഒരു മുവാത്തിനീങ്ങളല്ല എന്നല്ല. നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കേൾക്കാന്നല്ലേ. ബൽ മാത്രല്ല ലാ തൽസഹു മിൻഹും, ജുമുഅ എന്ന സഹിയല്ല. എന്തുകൊണ്ട്? അവിടെ അവർ യഥാർത്ഥത്തിൽ സ്ഥിരതാമസം ഉദ്ദേശിച്ചിട്ടില്ല. ഗവൺമെന്റ് നിർബന്ധിച്ചിട്ട് നാട് മാറി താമസിച്ചതാണെങ്കിൽ പോലും അവർ മനസ്സുകൊണ്ട് അത് അംഗീകരിച്ചിട്ടില്ല. അവരുടെ ലക്ഷ്യം ഈ ബുദ്ധിമുട്ട് എപ്പോൾ നീങ്ങുന്നോ തിരിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ പോണമെന്നാ. എങ്കിൽ ആ നാട്ടിൽ മുത്തവത്തിനീങ്ങളില്ല. അതുകൊണ്ട് അവിടുത്തെ ജുമാ സഹീഹല്ല, ദൂറുസ്കരിച്ചോളണോ. അപ്പൊ ആ മഹല്ലത്തിൽ എണ്ണപ്പെടുന്ന സ്ഥലത്ത് ആളുകൾ ഉണ്ടാവും വേണോ, അത് ആ മഹല്ലത്തിൽ എണ്ണപ്പെട്ട സ്ഥലത്ത് വെച്ച് സ്കരിക്കുകയും വേണോ. ഇസ്തിത്താനൊന്നും ഇനി അർത്ഥം പറയില്ല. അതൊക്കെ 2 ദിവസം മുമ്പ് ഓതി പോയതാണ്. അവിടെ തിരിച്ചു നോക്കുക. റാബിഉഹ, 4ാമത്തെ ഷർത്ത്. 6 ഷർത്ത് നമ്മൾ പറഞ്ഞിനി. അതിൽ 4ാമത്തെ ഷർത്ത് വുഖൂഹ, ഈ ജുമുഅ നടക്കണം എവിടെ? ഫീ വഖ്തി ളുഹ്റിൻ, ളുഹ്ർ വഖ്തിൽ നടക്കണം. ളുഹ്റിന്റെ മുമ്പും പറ്റൂല, ളുഹ്റിന്റെ ശേഷവും പറ്റൂല. ജുമുഅ എന്ന് പറഞ്ഞാൽ ഖുതുബ ഉൾപ്പെടെ. അതിന് പറയും ഖുതുബക്കും ഇതേ ഷർത്ത് ബാധകാണ്. ളുഹ്ർ വഖ്തിൽ ആയിരിക്കണം. അപ്പൊ ഫലൂ ളാഖൽ വഖ്തു അൻഹ, ഈ ജുമുഅ നടത്താൻ വേണ്ട സമയം ഇല്ലാതെ ഇടുങ്ങിപ്പോയി സമയം. ജുമുഅ എന്ന് പറഞ്ഞാൽ ബഅൻ ഖുതുബത്തൈഹ, 2 ഖുതുബയും ജുമുഅയും കൂടി നടത്താനുള്ള സമയം തികയാത്തൊരു സമയം എത്തിപ്പോയി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ എത്ര ചുരുങ്ങിയ 4 ഫർള് 5 ഫർള് ആണല്ലോ ഇനി പറയാ. ഈ 5 ഫർള് എടുത്ത് ചുരുക്കി പറഞ്ഞാല് ശരിക്ക് പറഞ്ഞാൽ 8 ഫർള്. ഈ 8 ഫർള് നിർവഹിച്ചുകൊണ്ട് 2 ഖുതുബയും അതോടുകൂടി ചുരുങ്ങിയ തോതിൽ 2 റക്അത്ത് ജുമുഅയും നിസ്കരിക്കാൻ ഇനി സമയമില്ലെന്ന് വന്നാൽ പിന്നെ ജുമുഅ സഹിയാവൂല. അതല്ലെങ്കിൽ ഔ ശക്ക ഫീ ആലിക, ഈ 2 ഖുതുബക്കും
രണ്ടറക്കാത്തിൽ ജുമാ നിസ്കരിക്കാനും സമയം കിട്ടുമോ ഇല്ലയോ എന്ന് സംശയം നേരിടുകയോ ചെയ്താൽ അവർ ലുഹുറായി നിസ്കരിച്ചു കൊള്ളണം. പിന്നെ എന്ത് നിസ്കരിക്കാൻ പാടില്ല? ജുമാ നിസ്കരിക്കാൻ പാടില്ല. അപ്പൊ ലുഹുറിന്റെ വഖത്തിൽ തന്നെ പൂർത്തിയായി കിട്ടണം. അത് കിട്ടുമെന്നുള്ള ധാരണ തുടക്കത്തിൽ ഉണ്ടാവുകയും വേണം. അപ്പൊ ഞാൻ അതിന്റെ ബയാൻ, അതായത് ലുഹുർ വഖത്തിലാവണം, അതിന്റെ മുമ്പും പറ്റൂല ശേഷവും പറ്റൂല. അതിപ്പോ ആകെ പറ്റുന്ന അറിയുന്ന ഒരു കൂട്ടര് അത് പറയാ, ഇവിടെ പഞ്ഞിപ്പോ ചോദ്യം വരും. അങ്ങനെ സൗദി അറേബ്യയുടെ പല ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ പല വിദൂര പട്ടണങ്ങളിലും 12 മണിക്ക് ജുമാ തുടങ്ങുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. 12:40 ബാങ്ക് വിളിക്കുന്ന കാലത്തും അതുപോലെ തന്നെ 12:10 ബാങ്ക് വിളിക്കുന്ന കാലത്തും ഒക്കെ കൃത്യം 12 മണിക്ക് ഖുതുബ തുടങ്ങി ഒരു 12:15 ജുമാ കഴിയും. ചില കാലത്ത് ജുമാ കഴിഞ്ഞിട്ട് പിന്നെ അരമണിക്കൂർ കൂടി കഴിഞ്ഞാലേ ളുഹുർ വഖ്താവുള്ളൂ. ഇങ്ങനത്തെ പല പ്രദേശങ്ങളും ഉണ്ട്. ഞാൻ അതിന് ചോദ്യം ചോദിക്കാൻ വരണ്ട, അത് ഹംബലി മദ്ഹബുകാർക്ക് അങ്ങനെ, മനസ്സിലായില്ലേ? ഓൽക്ക് ളുഹാ വഖ്ത് മുതൽക്ക് അസർ വരെ ഉള്ള സമയത്ത് ജുമാ സയ്യാവും എന്ന് മാത്രമല്ല, ളുഹാ മൂത്ത സമയത്താണ് അഫ്ളലായ വഖ്ത് എന്ന്. അതുകൊണ്ടാണ് ഒരു 12 മണി ളുഹാ മൂത്ത സമയം അപ്പൊ തുടങ്ങും. അപ്പൊ ചിലപ്പോ ളുഹറിന്റെ മുമ്പ് തന്നെ ജുമാ കഴിഞ്ഞിട്ടുണ്ടാവും. ആ മദ്ഹബിനെ തഖ്ലീദ് ചെയ്തുകൊണ്ട് ഓരോ നിബന്ധന അനുസരിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ നമുക്കും പറ്റും. ആ മദ്ഹബിനെ തഖ്ലീദ് ചെയ്യാതെ ആ ജുമായിൽ പങ്കെടുത്ത് നിസ്കരിക്കൽ മറ്റു 3 മദ്ഹബുകാർക്കും ഹറാമാണ്. കാരണം മറ്റു 3 മദ്ഹബിലും ളുഹർ വഖ്ത് ഷർത്താണ്. ളുഹർ വഖ്തിന്റെ മുമ്പും പറ്റൂല ശേഷവും പറ്റൂല. ഇറ്റങ്ങൾക്ക് എവിടെ പറ്റിയെന്ന് അള്ളാഹു ആലം. ഹംബലികൾക്ക് ഒരു ളുഹാ വഖ്തിൽ പറ്റുന്നു മാത്രമല്ല, ളുഹാ മൂത്ത സമയമാണ് അഫ്ളലായ വഖ്ത്. എന്നാ പിന്നെ മക്ക മദീന ജിദ്ദ പോലെയുള്ള പട്ടണ പ്രദേശങ്ങളിൽ അത് കാണാത്തത് ഇവിടങ്ങളിൽ മറ്റു മദ്ഹബുകാര് ധാരാളം ഉള്ളത് കൊണ്ട് മറ്റു മദ്ഹബുകളെ പരിഗണിച്ചിട്ട് ളുഹർ വഖ്തായതിനു ശേഷം ആണ് ഖുതുബ തുടങ്ങുന്നത്. എന്നാൽ ദൂരദിക്കുകളിലും ഗ്രാമപ്രദേശങ്ങളിലും പുറമക്കാര് കുറവാവും, അധികവും നാട്ടുകാരാവും. അപ്പം ഒക്കെ ഹംബലികളാണല്ലോ എന്ന നിലക്കാണ് അവര് നേരത്തെ തുടങ്ങുന്നത്. അതറിയാതെ നമ്മൾ ആളുകൾ അതിൽ പോയി ജുമാ നിസ്കരിച്ചാൽ ജുമാ നിസ്കാരം സഹിയാവില്ല, ളുഹർ മടക്കി നിസ്കരിക്കൽ വുജൂബാവും. വലൗ ഖറജൽ വഖ്തു യഖീനൻ, ഈ ളുഹർ വഖ്ത് ഖളായിപ്പോയി ഉറപ്പനെ, ഔ തന്നെ അല്ലെങ്കിൽ ഖളായോ ഇല്ലേ എന്ന് വന്ന് വന്നു. എപ്പോഴാ ഈ ഉറപ്പ് വന്നത് അല്ലെങ്കിൽ വന്ന് വന്നത്? വഹും ഫിഹാ, അവർ ജുമാ നിസ്കരിച്ചുകൊണ്ടിരിക്കുക. ളുഹറിന്റെ സമയത്ത് തന്നെ ജുമാ തുടങ്ങി, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അസറായി എന്ന് ഉറപ്പായി, അല്ലെങ്കിൽ അറസറായോ എന്നുള്ള വന്നു വന്നു. വലോ ഖുബൈല സലാമി, സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പ് മസീഹ് ദജ്ജാൽ പറഞ്ഞു ഇനി ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞാൽ മതി. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് അസറായി എന്ന് വന്നോ യഖീനോ കിട്ടിയാൽ, ആ കിട്ടിയ വന്നെ എങ്ങനെ വൈകാനതാലിക്ക, ഈ കിട്ടിയ വന്നായാലും അതിലിൻ വിശ്വസ്തനായ ഒരാള് പറഞ്ഞിട്ടായാലും മതി. അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സലാം വീട്ടുന്നതിന് മുമ്പ് ളുഹർ വഖ്ത് കഴിഞ്ഞു പോയി എന്ന് ഉറപ്പാവുകയോ വന്ന് കിട്ടുകയോ ചെയ്താൽ വജബ ളുഹ്റു, ളുഹർ വുജൂബാണ് എന്ന് പറഞ്ഞാൽ ഇനി വേറെ പുതിയ നിസ്കരിക്കാന്നല്ല, കഴിഞ്ഞ ഇമേൽ എടുത്തിട്ട് ഇപ്പൊ 2 റക്അത്ത് കഴിഞ്ഞെങ്കിൽ ബാക്കി 2 റക്അത്തും കൂടിയാണ് നിസ്കരിക്കുക. അതിന് വേറെ നിസ്കാരത്തെ മുറിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? നിസ്കാരം സഹീഹായ നിലക്ക് മുന്നഖിദായതാണ്. ജുമുഅ എന്ന അവസ്ഥയെ ബാത്തിലായിട്ടുള്ളൂ. അപ്പൊ ഈ മുന്നഖിദായ നിസ്കാരം ളുഹറായി മാറുകയാണ്. അപ്പൊ ബാക്കി 2 റക്അത്ത് കൂടി നിസ്കരിച്ചാൽ മതി. അതാ ബിനാഅന്നലാമാമല്ലാന്ന് പറഞ്ഞു. വഫാത്തത്തിൽ ജുമുഅ, അവർക്ക് ജുമുഅ നഷ്ടപ്പെടും. പിന്നെ ളുഹർ നിസ്കരിച്ച് പൂർത്തിയാക്കിയാൽ മതി. അതേ സമയത്ത് യഖീനും ഒന്നുമില്ല. ബിഖിലാഫി മാ ലൗ ശക്ക ഫീ ഖുറൂജിഹി, ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വഖ്ത് പുറപ്പെട്ടു പോയോ എന്ന് ശക്ക് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, പൂർത്തിയാക്കിയാൽ മതി ജുമുഅ തന്നെ. എന്താ കാരണം? ലിഅന്നൽ അസ്ല ബഖാഉഹു, വഖ്ത് ശേഷിക്കലാണല്ലോ അസ്ല്. കാരണം തുടങ്ങിയ ളുഹറിന്റെ സമയത്താന്ന് ഉറപ്പല്ലേ? അതെ. ഖളായി എന്നുള്ള ഉറപ്പായിണോ? ഇല്ല. വന്നിട്ടീണോ? ഇല്ല. എന്നാ പിന്നെ വഖ്തിലാണ് എന്നുള്ള പണ്ടുള്ള ഉറപ്പുമല്ല അവിടെ നിൽക്കുക. ഷക്ക് വൽ മശ്കൂകു ഫീഹി കൽ മഅദൂം, സംശയിക്കപ്പെട്ടത് ഇല്ലാത്ത സ്ഥാനത്താണ്.
അപ്പൊ വഖത്തിലാണ് നിസ്കരിച്ച് ഖളായി എന്നുള്ളത് ശക്കേ ഉള്ളൂ, ശക്ക് പരിഗണിക്കേണ്ടതില്ല. അപ്പോ യഖീൻ ഉറപ്പ് അല്ലെങ്കിൽ ലന്ന് മിക്കവാറുള്ള ധാരണ രണ്ടാലൊന്നുണ്ടെങ്കിലാണ് ജുമാ ബാത്തിലാവുകയും ളുഹ്റായി മാറ്റി നിസ്കരിക്കുകയും ചെയ്യേണ്ടി വരുന്നത്. ഇനി അഞ്ചാമത്തെ ഷർത്ത്, അത് മത്തിനിൽ പറയാതെ ഷറഹിൽ മാത്രാ പറഞ്ഞ്. 6 ഷർത്ത് എന്ന് നമ്മൾ അവിടെ പറഞ്ഞല്ലോ, അതിൽപ്പെട്ട 4 പറഞ്ഞ അഞ്ചാമത്തെ പറയാ വമിൻ ശുറൂത്തിഹിമാ. വമിൻ ശുറൂത്തിഹിമാ എന്ന് വേണ്ട, അച്ചടി വന്ന തെറ്റ അല്ലേ? ആനുര്യങ്ങളിൽ എങ്ങനെയുള്ളത്? വമിൻ ശുറൂത്തിഹിമാ എന്ന് തന്നെയല്ലേ? ആന്നെ ഷുറൂത്തിഹിമ എന്ന് പറഞ്ഞത് തെറ്റാണ്. വമിൻ ഷുറൂത്തിഹ എന്നുള്ളൂ. മനസ്സിലായില്ലേ? ജുമയുടെ ഷർത്തുകളിൽ പെട്ടതാണെന്ന് പറഞ്ഞ 5-ാമത്തെ ഷർത്താണത്. വമിൻ ഷുറൂത്തിഹ. 5-ാമത്തെ ഷർത്ത് അല്ലാ യസ്ബിഖഹ, ഈ ജുമയോട് മുൻകടക്കാതിരിക്കണം. എന്തുകൊണ്ട് മുൻകടക്കാതിരിക്കുക? ബി തഹറുമിൻ, തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് മുൻകടക്കാതിരിക്കണം. വലാ യുഖാരിനഹ, ഈ ജുമയോട് ഒപ്പം വരാതിരിക്കുകയും വേണം. ഫീഹി, ഈ തക്ബീറത്തുൽ ഇഹ്റാമിൽ. തക്ബീറത്തുൽ ഇഹ്റാമിൽ ഈ ജുമയേക്കാൾ മുൻകടക്കാനും പാടില്ല, ഈ ജുമന്റെ ഒപ്പം വരാനും പാടില്ല. എന്ത്? ജുമുഅത്തുൻ, മറ്റൊരു ജുമുഅ, ബിമഹല്ലിഹ, ഈ ജുമുഅ നടക്കുന്ന മഹല്ലത്തിൽ. നമ്മൾ പറഞ്ഞല്ലോ, തീരതാമസക്കാരായ നിബന്ധനയൊത്ത 40 മുസ്ലിമീങ്ങൾ താമസിക്കുന്ന പ്രത്യേകം പേരിൽ അറിയപ്പെടുന്ന ഒരു കറിയ, അങ്ങനെയുള്ള ഒരു കറിയയിൽ നടക്കുന്ന ഒരു ജുമുഅ, ആ ജുമുഅന്റെ മുമ്പ് മറ്റൊരു ജുമുഅയുടെ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് ഇത് പിന്താൻ പാടില്ല, മറ്റൊരു ജുമുഅ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ കൂടെ വരാനും പാടില്ല. എന്ന് പറഞ്ഞാൽ ഒരു മഹല്ലത്തിൽ 2 ജുമുഅ നടക്കാൻ പാടില്ല. അതാ പറഞ്ഞതിന്റെ അർത്ഥം. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് മുൻകടക്കാൻ പാടില്ല, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഒപ്പം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ശേഷം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഒരു മഹല്ലത്തിൽ ഒരു ജുമുഅയെ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് അതാ പറഞ്ഞതിന്റെ അർത്ഥം. അടുത്ത വേറൊരു മഹല്ലത്തിൽ ഉണ്ടായിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. അത് അടുത്ത സ്ഥലം തന്നെ ആയിക്കോട്ടെ, അവനും കുഴപ്പമില്ല. ഈ മഹല്ലത്തിൽ മറ്റൊരു ജുമുഅ ഉണ്ടാകാൻ പാടില്ല. എപ്പോ? ഇല്ലായിൻ കസുറ അഹ്ലുഹു, ഈ നാട്ടിന്റെ അഹ്ലുകാര് അധികരിച്ചാലല്ലാതെ. എങ്ങനെ അധികരിച്ചു? ഒരു 500 പേരുണ്ട് എന്നതിയോണ്ടല്ല പ്രശ്നം. വഅസുറ ഇജ്തിമാഉഹും, ആ നാട്ടുകാർ ഒരുമിച്ച് കൂടൽ പ്രയാസമാവുകയും ചെയ്താലോചിച്ച് ബിമക്കാനിൻ വാഹിദിൻ മിൻഹു, ആ മഹല്ലിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടാൻ പ്രയാസമാവുകയും ചെയ്താലൊഴിച്ച്, അങ്ങനെ ഒരുമിച്ച് കൂടാൻ പ്രയാസമാവുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യാം? ആവശ്യത്തിനനുസരിച്ച് ജുമുഅ ഉണ്ടാവാം. പക്ഷേ സഹീഹായ ജുമുഅയാണ് ഒന്നിലധികം ഉണ്ടാവാൻ പാടില്ലെന്ന് വരുന്നത്. ഈ ജുമുഅ നിസ്കരിക്കുന്ന ആളുകളുടെ വിശ്വാസപ്രകാരം സഹീഹാവുന്ന മറ്റൊരു ജുമുഅ ആ മഹല്ലത്തിൽ ഉണ്ടാകാൻ പാടില്ല. എപ്പോഴൊഴിച്ച്? ഒരുമിച്ച് കൂടുന്നത് പ്രയാസമാവുന്ന സാഹചര്യത്തിൽ ഒഴിച്ച്. ഈ ഒരുമിച്ച് കൂടൽ പള്ളി വലിപ്പല്ലാഞ്ഞിട്ടാണെന്നാണോ? അങ്ങനല്ല. വലോ വൈറ മസ്ജിദിൻ, അത് പള്ളി അല്ലാത്ത സ്ഥലമാണെങ്കിലും എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടാൻ, ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പ്രയാസം നേരിടാത്ത സാഹചര്യത്തിൽ സഹീഹായ മറ്റൊരു ജുമുഅ ആ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. അതിന് അങ്ങനെ ഒരു സഹീഹായ ചില മീറ്റിങ്ങുകളൊക്കെ ചില മഹല്ലുകളിൽ നടക്കുന്നുണ്ട് അല്ലേ? ചില പ്രഭാഷണങ്ങളും ചില മീറ്റിങ്ങുകളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ജുമുഅ നടത്തുന്നതിന് തടസ്സമല്ല. കാരണം എന്താ? അത് ഖുതുബയും ജുമുഅയുമല്ല, മറിച്ച് പ്രഭാഷണവും മീറ്റിങ്ങുമാണ്. അത് ജുമുഅ സഹിയാവൂലല്ലോ. സഹിഹാകാത്തത് അവിടെ നടന്നുകൊണ്ട് നമുക്ക് പുറത്ത് നടത്തുന്നതിനൊരു കുഴപ്പമില്ല. അപ്പോ സ്റ്റേജിൽ കയറിയിട്ട് നീണ്ട കാളമൂത്ര പ്രസംഗം നടത്തുന്ന ചില ജുമുഅ പ്രഭാഷകരുണ്ട്. അതിന് ഒരു പറയാ ഖുതുബ പ്രഭാഷണം എന്നാ.
അങ്ങനെ ഖുതുബ പ്രഭാഷണം നടത്തി 2 റക്അത്ത് നിസ്കരിച്ച് പോരുന്ന ടീമുണ്ട്. ആ ജുമാന്റെ ഒപ്പോ അതിന്റെ ശേഷമോ അതിന്റെ മുമ്പോ എപ്പോ ജുമ എടുത്തുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം എന്താണ്, അത് ഷർത്തൊത്ത ജുമാ അല്ല. ആ ജുമാ സഹീഹാവാനുള്ള ഷർത്തൊത്തിട്ടില്ല. അതുകൊണ്ട് സഹീഹ് അല്ലാത്ത ജുമാണ്. സഹീഹ് അല്ലാത്ത ജുമാ നടക്കുമ്പോൾ സഹീഹായ മറ്റൊരു ജുമാന്റെ കൂടെയോ അതിന്റെ മുമ്പോ അതിന്റെ ശേഷമോ നടന്നാൽ യാതൊരു കുഴപ്പമില്ല. ഇനി സഹീഹാകുന്ന തന്നെ 1 ജുമ ഉണ്ടല്ലോ. ആലൂരിനൊക്കെ ഇപ്പൊ വരും സംശയം ഇല്ലേ? ആലൂരെ സൗത്ത് ചിത്താരിയും നോർത്ത് ചിത്താരിയും 2 ജുമാഅത്ത് പള്ളികൾ വെളിപ്പാടകലെ നോക്കത്തെ ദൂരത്താണല്ലോ ഉള്ളത് അല്ലേ? നമ്മളെ ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദ് ഉണ്ടല്ലോ, അംസ ഉസ്താദ് ചിത്താരിക്കാരനാണെന്ന് മനസ്സിലാക്കിയ ചെറിയ പാവം കുഞ്ഞുട്ടികളുണ്ട്. അത് ശരിയല്ല. കോട്ടുമൽ ഉസ്താദ് കാളമ്പാടിക്കാരനാ. പണ്ടൊരു ദിവസം പറഞ്ഞിനിയാം. കാളമ്പാടിക്കാരനായ കോട്ടുമൽ ഉസ്താദ് പണ്ട് മലപ്പുറം മാട്ടുമ്മല് 40 ദിവസം തുടർച്ചയായിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരിൽ ഖണ്ഡന പ്രസംഗം നടത്തിയിരുന്നു. അക്കാലത്ത് അത്രയും നല്ല പ്രഭാഷണം നടത്തുന്ന ഒരു ഖണ്ഡന പ്രഭാഷകൻ അക്കാലത്ത് വേറെ ഇല്ല. അങ്ങനെ അന്ന് ഈ കോട്ടുമല എന്ന് പറയുന്ന പ്രദേശത്തെ പള്ളിയിലാണ് ഉസ്താദ് നിർസെടുത്തത്. അപ്പൊ അങ്ങനെ കോട്ടുമല മുദരിസിന്റെ പ്രഭാഷണം എന്ന പേരിൽ 1000 പങ്കെടുത്ത പുഴമാട്ടുമല, മലപ്പുറത്ത് പുഴമാട്ടുമല പ്രസംഗമാണ് കോട്ടുമല എന്ന പേരിൽ മഹാനായ ഉസ്താദ് പ്രസിദ്ധനായത്. യഥാർത്ഥത്തിൽ കോട്ടുമല എന്ന് പറഞ്ഞാൽ വേറെ പാണക്കാടും കഴിഞ്ഞിട്ട് കുറച്ചാട് പോകണം, വേങ്ങരന്റെ അടുത്ത സ്ഥലം. ഉസ്താദ് ഉള്ളതാണെങ്കിലോ മലപ്പുറം കുന്നും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കുറച്ച് പോരണം, എന്നിട്ട് കാളമ്പാടിയിലാണ് ഉസ്താദിന്റെ വീട്. എന്നതുപോലെ ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദ് എന്ന് പറയാൻ കാരണം പട്ടുവത്തുകാരനായ അംസ ഉസ്താദിനെ, പട്ടുവക്കാരനാണ് വേഗം ഓർമ്മ വരിക മറ്റേ നമ്മളെ അബൂക്കർ മൗലിയാരാണ്. പട്ടുവും അബൂക്കറും സിരിയാരാണ്, നമ്മളെ ചങ്ങായിമാരാ. മൂപ്പരാണ് പട്ടു എന്ന് പറഞ്ഞാൽ അതേ പട്ടുവത്തുകാരൻ തന്നെയാണ് അംസുസ്താദും. പക്ഷെ അംസുസ്താദിനെ ചിത്താരി എന്നുള്ള പേരിൽ അറിയപ്പെടുക. ആ കാരണം എന്താ, ചിത്താരി മുദരിസായിട്ടാണ് മൂപ്പര് മഷൂറാകുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ പറഞ്ഞു ചോദിച്ചാൽ, നോക്കിയാൽ കാണുന്ന ദൂരത്ത് 2 ജുമാ. അതെ, പട്ടുവത്തുകാരുടെ അംസുസ്താദ്. അത് പലർക്കും അറിയില്ല. അതേ സമയത്ത് ഇയാളെ അബൂക്കറിനെ പറ്റിയിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും അറിയും. മൂപ്പര് പട്ടുവത്തുള്ള പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഞാൻ അതിന് വേണ്ടി പറഞ്ഞതല്ല, തൊട്ട് 2 ജുമാ. അത് പഴയ കാലത്ത് ഇന്നത്തേക്കല്ല, സമസ്ത ഒന്നായിരുന്നിരുന്ന വലിയ മഹാന്മാരായ ഉലമാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് കാണുന്നതാണ്. അന്നതുപോലെ കാസർഗോഡ് ഔറാ മൗലിയാരുള്ള കാലത്ത് പുഴക്കര മുതലാളിയും തലങ്കര മുതലാളിയും തമ്മിൽ തെറ്റിയിട്ട് വലിയ പ്രശ്നമായി. നാട്ടിൽ അടിയും കത്തിക്കുത്തും കുരുമാലുമായിട്ട് അങ്ങനെ തളങ്കര മലിക് ദീനാർ ജുമാ മസ്ജിദിന് നോക്കിയാ കാണുന്ന വിളിച്ചാ കേൾക്കുന്ന തൊട്ട് ദൂരത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത പള്ളിയില് ജുമാ തുടങ്ങി. ഇന്നും ആ ജുമാ നടക്കുന്നുണ്ട്. തെരുവത്ത് എന്നാണ് അതിന് പറയാം. അതിനെ ഇവിടെ നോക്കിയാൽ കാണും, തൊട്ടാണ്. അന്ന് കീച്ചീരി പറയണ് കൊണ്ടോട്ടി ഉണ്ടല്ലോ, പറഞ്ഞേക്കന്നെ തക്കിയക്കൽ ഒരു ജുമാത്തള്ളി, പയങ്ങാടി ഒരു ജുമാത്തള്ളി, അതുപോലെ തന്നെ കാദ്യാരാത്തൊരു ജുമാത്തള്ളി. അതൊക്കെ സുന്നി ഷർത്തൊത്ത സുന്നി പള്ളിയല്ലേ? അത് ഉസുറുൽ ഇജ്തിമാഉള്ളതാണ് അതിന്റെ കാരണം. ഇജ്തിമാ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടി ഒരു കൊണ്ടോട്ടി ഇറച്ചി നടക്കുന്ന പാടത്ത് വായിട്ടാ നിസ്കരിച്ചൂടെ എന്നല്ല. തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി, കുഴപ്പമുണ്ടാകും. അത് കുടുംബ പ്രശ്നമാവാം, രാഷ്ട്രീയ പ്രശ്നമാകാം, ഗ്രൂപ്പ് പ്രശ്നമാവാം. തമ്മിൽ അടിയും കച്ചറയും കുലുമാലും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ ഫസാദ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വന്നാൽ അവിടെ ആവശ്യത്തിനനുസരിച്ച് ജുമാ ഒന്നിലധികമാവാം എന്ന് ഉലമാക്കളുടെ ഫത്വയുണ്ട്. പണ്ട് ഞങ്ങളെ തൊട്ടടുത്തുണ്ട് ഒരു പാലക്കാട്. അവിടുന്ന് ഞാൻ പ്രധാനമായ കിതാബുകളൊക്കെ തോന്നി ഓതിയത്. അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ജുമാ 2 ആകേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ സമസ്തയിലേക്ക് ഫത്വ ചോദിച്ചു. അപ്പൊ സമസ്ത മഹല്ലത്തിൽ നേരിട്ട് വന്ന് അന്വേഷണം നടത്താൻ ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദിനെ അധികാരപ്പെടുത്തി. അന്ന് ഞാൻ പട്ടിക്കാട് ഓതുന്ന കാലത്താ. അങ്ങനെ ഉസ്താദ് അന്വേഷണ കമ്മീഷനായിട്ട് പാലക്കാട് പള്ളിയിൽ വന്നു. ഈ 2 വിഭാഗക്കാരെയും വിളിച്ചു വരുത്തി വിചാരണ ചെയ്തു. 2 കൂട്ടർക്കും പറയാനുള്ളതൊക്കെ പറഞ്ഞു. അങ്ങനെ പുതിയ പള്ളിന്റെ ആൾക്കാര്
പെട്ട ഒരാൾ കുറച്ച് തല തിരിഞ്ഞ ഒരു ചങ്ങായി ഉണ്ട്. ഇനി ഈ ആളുകളുടെ ഇടയെന്ന് പറഞ്ഞു, മോചാരെ ഇങ്ങളോട് ഞങ്ങൾ ഇത് സമ്മതം ചോദിക്കുന്നത്, നിങ്ങളിത് പറ്റുമെങ്കിൽ സമ്മതം തരണം, നിങ്ങൾക്ക് തരാൻ പറ്റൂലെങ്കിൽ പറ്റുന്നോടത്ത് ഞങ്ങളാണ് പോകും, ഞങ്ങൾ എന്തായാലും ഇവരെ കൂട്ടത്തിൽ കുഞ്ഞ് ജുമാക്കരിച്ചാൻ വരൂല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സംസാരിച്ചു. കോട്ടമല ഉസ്താദ് അങ്ങനെയാണ്, വളരെ ശാന്തന, എല്ലാം കേട്ടിരുന്ന് രണ്ടു കൂട്ടർക്കും പറയാനുള്ളതൊക്കെ പറഞ്ഞ് പോയതിനു ശേഷം അവിടെ ജുമാ നടത്തിക്കൊള്ളാൻ വേണ്ടിയിട്ട് ഫത്വ കൊടുത്തു. സമസ്തന്റെ അനുവാദ പ്രകാരം ഫത്വ കൊടുത്തു. അപ്പൊ അന്ന് മുത്താലിമായ എനിക്ക് അന്ന് തന്നെ ഈ ഫിഖീന്റെ കാര്യത്തിൽ ഇങ്ങനെ ചിലപ്പോ ഞാൻ ഒരു ചൊറിയാൽ ഉസ്താദ്മാരോടൊക്കെ ഇങ്ങനെ അങ്ങനെ ഞാന് പിറ്റത്താഴ്ച ചെന്ന് ചിലപ്പോണ്ട് ഒരു അസന്ദേശം ഇങ്ങനെ കുത്തിരുന്നിട്ട് മുറുക്കാൻ തിന്നും കൂട്ടുമല ഉസ്താദ്. അങ്ങനെ ആ മുറുക്കാൻ തിന്നിട്ട് റാഹത്തുള്ള സമയത്ത് ആ സമയത്ത് എന്നാ എന്തും ചോദിക്കാം. അങ്ങനെ അവിടെ ചെന്ന് എന്തോടോ അല്ല നമ്മളിപ്പോ അന്ന് ആ പാലക്കാട്ടേക്ക് ജുമാ ഫത്ത് കൊടുത്തല്ലോ. ഫത്ത് കൊടുത്ത്. അപ്പൊ അതിപ്പോ എങ്ങനെ മഹല്ലിപ്പോ എങ്ങനെ തിരിയാ, അതിന്റെ അതിർത്തി എങ്ങനെ, എണ്ണം കൂട്ടൽ എങ്ങനെ, 40 ആള് തികയണം, തികയാതെന്നാല് കുറ്റക്കാരാവും എന്നൊക്കെ ആണല്ലോ ഒരു മഹല്ലിൽ. ഇവിടെ ആള് തികയാതെന്ന് അവിടെ പോയിട്ട് അതിന്റെ മഹല്ലിന്റെ അപ്പൊ പറഞ്ഞു, എടോ അതിനൊന്നും നിൽക്കണ്ട, ഒക്കെ മഹല്ല് ഒന്ന് തന്നെ. റസൂലുള്ളാഹിത്തുമായ എന്ന് പറഞ്ഞാല് സ്ഥലമില്ലാത്തത് മാത്രല്ല, റസൂലുള്ളാഹിത്തുമായ എന്ന് പറഞ്ഞാൽ അവിടെ എന്തായാലും നാട്ടിൽ കുഴപ്പാണ്. ഒരു സ്ഥലത്ത് എന്തായാലും ഒരു ഒരുക്കൂടൂല, ഒരുക്കൂടി അവിടെ കച്ചറയും പ്രശ്നം ഉണ്ടാവും എന്ന് വന്നപ്പം റസൂലുള്ളാഹിത്തുമായന്റെ പട്ടികയിൽ തമ്മിൽ കുഴപ്പമുണ്ടാകുന്നതും റസൂലുള്ളാഹിത്തുമായ തന്നെയാണ്. അതിന് അടിപിടിയും കച്ചറയും ഉണ്ടാകുക എന്നറിയുന്നത്. അതുകൊണ്ട് മഹല്ല് ഒന്ന് തന്നെ ജുമാ തഅദ്ദുദാകാൻ അനുവാദമുണ്ട്. ആ നിലക്കാണ് അവിടെ ഫത്വ കൊടുത്തത് എന്ന് അന്ന് കൂട്ടുമല ഉസ്താദ് എന്നോട് നേരിട്ട് പറഞ്ഞു. അപ്പൊ ഈ റസൂലുള്ളാഹിത്തുമായന്റെ വിഷയം സ്ഥലപരിമിതി മാത്രം അല്ല, പ്രശ്നപരിഹാരവും ആണ് എന്നർത്ഥം. പ്രശ്നമില്ലാതെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പറ്റണം. അപ്പൊ ചില കുടുംബ കലഹങ്ങൾ അങ്ങനെ ഉണ്ട്. പഴയ പാരമ്പര്യമായിട്ടുള്ള വലിയ തറവാട്ടുകാരും ഒരു തറവാട്ടുകാരും മറ്റേ തറവാട്ടുകാരും തമ്മിൽ വീടണ കച്ചറ, അത് ഒരു കൂടിയ എന്നും തല്ലും കുത്തും ഉന്തും തള്ളും ഹത്തീമിനെ പൊടിച്ചിറക്കലും കയറ്റലും ഇങ്ങനെയൊക്കെയാണ്. എന്നാ വേണ്ട, രണ്ടോടത്തിന്നാണ് അർത്തിക്കാളിന്ന് ഇനിയിപ്പൊ അതിന് തമ്മിൽ തല്ലണ്ടാ അങ്ങനെ. അപ്പൊ അതാണ് ബുദ്ധിമുട്ടില്ലാതെ ഒരു സ്ഥലത്ത് പള്ളിയോ അല്ലാത്തതോ ആയ ഒരു സ്ഥലത്ത് ആ മഹല്ലത്തുകാർക്ക് ഒരുമിച്ച് കൂടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ആവാം. മോദി അതൊക്കെ ഹജ്ജിൻ വബർദിൻ ശദീദൈനി, പള്ളിയല്ലാത്ത സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ സഹിക്കാൻ വയ്യാത്ത ചൂടാണ്, പള്ളിയിലാണെങ്കിൽ സ്ഥലവുമില്ല. അല്ലെങ്കിൽ പള്ളി അല്ലാത്ത സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയാൽ സഹിക്കാൻ കഴിയാത്ത തണുപ്പാണ്, പള്ളിയിൽ സ്ഥലവുമില്ല, എന്നാ തിരക്കിടില്ല. അവസരജിത്തുമാതിന്റെ ഒരു ഉദാഹരണമാണ് ആ പറഞ്ഞത്. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പ്രയാസം നേരിടുന്ന സമയത്ത് ജായിസാണ് തഅദ്ദുദുഹ, ജുമാ എണ്ണമാകൽ, ലിൽ ഹാജത്തി, അവിടെ എണ്ണമാവാൻ ആവശ്യം നേരിട്ടത് കൊണ്ട്. എത്ര ബിഹസ്ബിയ, ആവശ്യത്തിനനുസരിച്ച്. ആദ്യം സമസ്ഥാനിയും സമസ്തയും ഉണ്ടായിട്ടിക്കോളി, അങ്ങനെ ഒരു തമ്മിൽ എപ്പോഴും തല്ല കച്ചറ. ഇവിടെ സ്പീക്കർ വെക്കണമെന്നും മറ്റൊരു വെക്കാൻ പറ്റൂലെന്നും, വെക്കൊന്നും വെക്കൂലെന്നും വേണ്ട കച്ചറ തല്ലും. പോലീസുമായിട്ട് പള്ളി പൂട്ടാൻ നടക്കണ്ട. സ്പീക്കർ ഇല്ലാത്ത ഒരുത്തിനും മറ്റൊരു വേറെ ജുമാനത്തിക്കോട്ടെ, സ്പീക്കറുള്ള ഒരു വേറെ ജുമാനത്തിക്കോട്ടെ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ഇങ്ങനെ സ്പീക്കറുമായിട്ട് പോണതിന്റെ ഇടക്ക് ഒരു കൂട്ടർ എപിക്കാരും ഒരു കൂട്ടർ ഇകെക്കാരും വീടണ കച്ചറ. എന്താ, ആ മൗലിയാര് ലീഗിനെതിരാണ്, അയാൾ അവിടെ പറ്റൂല. മറ്റേ ആൾ പറയും ഇവിടെ ലീഗും കോൺഗ്രസും നോക്കിയിട്ടല്ല, അയാൾ ഒരു സുന്നിയാണ്, ഇവിടെ പറ്റും. ആ നിലക്ക് കച്ചറ. എന്നാ വേണ്ട, ഒരാൾ ലീഗാരെ മാറ്റം മാത്രം പറ്റുന്ന ഒരു നല്ല മൗലിയാരെ കൊണ്ടുവന്ന് ഓല് വേറെ നടത്തിക്കോട്ടെ, നിങ്ങൾ എല്ലാരും കൂടി പറ്റുന്ന വേറൊരു മൗലിയാരെ കൊണ്ടുവന്നാണ് ഇപ്പുറത്തും നടത്തിക്കാളി, രണ്ടെണ്ണായി തന്നെ ഉള്ളൂ, എന്താ ഇതിന് കുഴപ്പോ? അങ്ങനെയൊക്കെ. പക്ഷെ എങ്ങനെ ബിഹസ്ബിഹാന്ന്, ആവശ്യത്തിനനുസരിച്ച് ചിലപ്പോ 2 മതി, 2 ആക്കുക.
ചിലപ്പോ 2 പോരാ 3 വേണം, നാ 3 കളി. അങ്ങനെ ഫറോൻ ലാ യസിഹു. ഇനി വേറെ ജുമാ ഫർളുള്ളവർക്ക് ജുമാനെ നിസ്കരിക്കണം, എന്നാൽ ലാ യസിഹു സഹിയാവൂല ദുഹുറുമൻ, ഒരു വ്യക്തിയുടെ ദുഹുർ നിസ്കാരം സഹിയാവൂല. എങ്ങനത്തെ വ്യക്തിയാണ്? ലാ ഉദ്റ ലഹു, അവന് ജുമ ഒഴിവാക്കാൻ അനുവദനീയമായ ഉദ്റൊന്നുമില്ല. ജുമാ ഫർളുള്ള വ്യക്തിയാണ്, ജുമാ ഫർളുള്ള വ്യക്തിയാണ്, ജുമ ഒഴിവാക്കാൻ അനുവദിക്കപ്പെട്ട ഉദ്റുകളൊന്നും ഉള്ള ആളല്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ദുഹ്ർ നിസ്കാരം സഹിയാവൂല. എപ്പം? ഖബല സലാമിൽ ഇമാമി, ഇമാമ് ജുമാ നിസ്കരിച്ച് സലാം വീട്ടുന്നതിന്റെ മുമ്പ് ഉദ്റില്ലാത്ത ആളുകൾക്ക് ദുഹ്ർ നിസ്കരിച്ചാൽ സഹിയാവൂല. അതിന് ചില സാധുക്കള് പെണ്ണുങ്ങളോട് പറയും ജുമാ കഴിഞ്ഞിട്ടേ ദുഹ്ർ നിസ്കരിച്ചാൻ പാടുള്ളൂ. പെണ്ണുങ്ങൾ എവിടെ കിടക്കണ്, ജുമ എവിടെ കിടക്കണ്? പെണ്ണുങ്ങൾക്ക് ആരെയും ജുമാ ഫർളാന്ന് പറഞ്ഞ ദുന്യാവിൽ ആരെങ്കിലും പറഞ്ഞോ? പണ്ടാ ചെടി എടുക്കുന്ന മൗലവി മാത്രാണ് പെണ്ണുങ്ങൾക്ക് ജുമാ ഫർളാണ് അള്ളാന്റെ ഭൂമിയിൽ മൂക്ക് കീപ്പട്ടായ ഒരു ആൺകുട്ടി ആദ്യം പറഞ്ഞ്. മനസ്സിലായില്ലേ? അയാൾ അറിയില്ലേ ആലൂരിന് ചെടി എടുക്കുന്ന മൗലവിനെ അറിയോ? ആലൂരിനെ അറിയും, ആലൂർ അറിയാതൊക്കെ പയ മനുഷ്യന്മാർക്കൊക്കെ നല്ലോ അറിയും. അള്ളാ എന്താ പിന്നെ ആലൂരിങ്ങൾക്ക് എത്ര? MCC മൗലവിനെ ചുരുക്കി പറഞ്ഞാൽ മുന്നും പിന്നും മറച്ചാലും മതി. എന്നിട്ട് ബ്രാക്കറ്റിൽ എന്തു പറഞ്ഞു? ബ്രാക്കറ്റിൽ എന്ത് പറഞ്ഞു? കോണകമുടുത്താലും മതി എന്ന്. പെണ്ണുങ്ങൾക്ക് ജുമാക്ക് പോലെ ഫർളാണ് എന്ന് പറഞ്ഞ്, എന്നിട്ട് നിസ്കാരത്തിൽ ഇത്ര, അല്ലാത്തപ്പോൾ ഇത്ര, അന്യരുടെ മുന്നിൽ ഇത്ര, അല്ലാത്തപ്പോൾ ഇത്ര എന്നൊന്നും പറഞ്ഞിട്ട് ഔറത്തിന് ഒരു പരിധിയും ഇല്ല. സ്ത്രീകൾ മുന്നും പിന്നും മറക്കണം. എന്നിട്ട് ബ്രാക്കറ്റില് കോണകം കൊടുക്കണം. ഭർത്താവിന്റെ മുന്നിൽ അതും അഴിക്കാം എന്ന് പറഞ്ഞു. അതാണ് കോണകം മൗലവി എന്ന പേരിൽ അറിയപ്പെടും MCC മൗലവി. ശരിയല്ലേ? അയാള് മാത്രാണ് അള്ളാന്റെ ഭൂമിയില്, അയാള് മാത്രാണ് അള്ളാന്റെ ഭൂമിയില് എന്ത് പറഞ്ഞത്? അയാള് ചില്ലറക്കാരനൊന്നും അല്ലട്ടാ. അയാളെ ചില്ലറക്കാരനൊന്നും അല്ല. അയാളെ ചരിത്രം ഒന്ന് അന്വേഷിച്ചു നോക്കണ്ടേ. ബഹുമാനപ്പെട്ട മഹാനായ കുഞ്ഞഹമ്മദ് തങ്ങളുടെ ആരായിരുന്നു MCC എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കി. മൂസ മൗലവിയും KM മൗലവിയും അയാളുടെ മരുമക്കളായിരുന്നു എങ്കിൽ, മരുമക്കൾ പറഞ്ഞ പുയ്യാപ്പിളാരായിരുന്നെങ്കിൽ MCCമാർ മക്കളായിരുന്നു. അള്ളാഹു കാക്കട്ടെ നമ്മളെയൊക്കെ മക്കളെ. അള്ളാഹു തആല നമ്മളെയും നമ്മളെ മക്കളെയും സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ ഉറപ്പിച്ച് നിർത്തി തരട്ടെ. അള്ളാഹ്. അപ്പൊ അയാളല്ലാതെ അള്ളാന്റെ ഭൂമിയിൽ പെണ്ണിന് ജുമാ ഫർളാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പോ ജുമാ ഫർളുള്ള ആളുകൾക്ക് ഉദ്റില്ലാതെ ആണെങ്കിൽ, കാഞ്ഞാറല്ല, അയാൾ വേറെ, അത് തബ്ലീഗുകാരനല്ലേ, അത് പോട്ടെ. അയാൾ ഇങ്ങനത്തെ ആളൊന്നുമല്ല, തബ്ലീഗുകാരനാണ്, ഹനഫി മദ്ഹബ് സ്വീകരിച്ച ആളാണ്, ഹനഫി മദ്ഹബുകാരനാണ്. പക്ഷെ തബ്ലീഗിന്റെ ചെറിയ ഗുണക്കേടുണ്ട് എന്നുള്ളൂ. K മൂസ മൗലവി, അവരുടെ നദ്വത്തുൽ മുജാഹിദിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന ഒരു PK മൂസ മൗലവി ഉണ്ടായിരുന്നു. K മൗലവിന്റെ അടച്ചൻ. മനസ്സിലായില്ലേ? രണ്ടാളും കുഞ്ഞഹമ്മദ് തങ്ങളെ മക്കളെ കെട്ടീനോല. മനസ്സിലായോ? പോണ്ട, അവിടെയാ. അപ്പൊ സലാം വീട്ടുന്നതിന്റെ മുമ്പ് ജുമാ ഫർളുള്ള ആളുകൾ ജുമാ ഒഴിവാക്കാൻ ആവശ്യമായ ഉദ്റ് ഇല്ലെങ്കിൽ ഇമാമ് ജുമാ സലാം വീട്ടിയതിന്റെ ശേഷം അല്ലാതെ ദുഹ്ർ നിസ്കരിച്ചാ സഹിയാവൂല. ഫൈൻ സ്വല്ലാഹ, അങ്ങനെ ജുമാ ഫർളുള്ള ആള് ഒഴിവാക്കാൻ വേണ്ട ഉദ്റില്ലാതെ ദുഹ്ർ നിസ്കരിച്ചാൽ, ജാഹിലൻ, ഇമാമ് സലാം വീട്ടിയോ എന്നുള്ള കാര്യം അറിയാതെ നിസ്കരിച്ചാൽ, ഇൻ അഖദത്ത് നഫ്ല, സുന്നത്ത് മുത്ലഖ് സുന്നത്തായിട്ട് കിട്ടും, ദുഹ്റാവൂല. കൽപ്പിച്ചു കൂട്ടിയാണെങ്കിലോ നിസ്കാരം തന്നെ സഹിയല്ല. ഇനി വലൗ തറക്കഹ, ഈ ജുമാ നിസ്കാരത്തെ ഉപേക്ഷിച്ചാൽ,
അഹ്ലു ബലദിൻ, ഒരു നാട്ടുകാർ ജുമാ നിസ്കാരം പറ്റി ഒഴിവാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ഫസല്ലൂ ളുഹ്റ, ളുഹ്റാണ് നിസ്കരിച്ചതെങ്കിലോ ലം യസിഹ, ഓലെ ളുഹ്റ് സയ്യാവില്ല. എല്ലാരും കൂടിയാ 40 ആള് ഉണ്ട് അവിടെ ഷർത്തത്ത്, പക്ഷെ അവിടെ ജുമാ അടക്കണില്ല. അങ്ങനെ എല്ലാവരും ളുഹ്റ് നിസ്കരിച്ചാൽ ളുഹ്റ് സയ്യാവില്ല. മാലം യദിഖിൽ വഖ്തു അൻ അഖല്ലി വാജിബിൽ ഖുതുബത്തൈനി വസ്സലാത്തി, ഏറ്റവും ചുരുങ്ങിയ തോതിൽ 2 റക്അത്ത് ജുമായും ചെറിയ 2 ഖുതുബയും ഓതാൻ ആവശ്യമാവുന്ന സമയം അവശേഷിക്കാത്ത അത്ര ഇനി ഒരു ജുമാ സഹിയായി നടത്താൻ പറ്റൂല എന്ന് ഉറപ്പ് വന്നതിന് ശേഷം അല്ലാതെ നാട്ടുകാരുടെ ളുഹ്റ് നിസ്കാരം സഹിയാവൂല. സംഗതി ആദത്തിഹിം, ആ നാട്ടുകാരുടെ നടപ്പിൽ നിന്നിട്ട് അറിയപ്പെട്ടാലും അന്നവും ലാ യുഖീമൂനൽ ജുമുഅത്ത, ആ നാട്ടിൽ അവർ ജുമാ നടത്താറില്ല, നിർത്തലില്ല എന്നറിയാം. എന്നാലും ഒരു ജുമാ നടത്താൻ പറ്റാത്ത സമയമായതിന്റെ ശേഷമല്ലാതെ ആ നാട്ടുകാരുടെ ജുമാ നിസ്കാരം സഹിയാവൂല. ഓക്കെ, അത് മതി. ഇനി ഖുതുബനെ പറ്റിയ 6ാമത്തെ ഷർത്ത് ഖുതുബന്റെ ശേഷം ജുമാ ആയിരിക്കണം എന്നാ. അപ്പോ ഖുതുബന്റെ ശേഷം ജുമാ ആണെങ്കിൽ ഖുതുബയെ പറ്റിയിട്ട് പറയണല്ലോ. ഒന്നിച്ച് ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നാളെ ഓതാം ഇൻഷാ അല്ലാഹ്. അപ്പോ തൽക്കാലം എന്റെ നെറ്റ് കട്ടാകട്ടെ വേഗം. ഇത് നിങ്ങളൊക്കെ ദ്വാരിക്കുന്നാലേ എന്റെ ആ ശല്യത്തിന്നിട്ട് ഒഴിവായി കിട്ടുള്ളൂ. എന്നാലും നമ്മളെ ക്ലാസ് മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രിയപ്പെട്ട ബഷീറും അതുപോലെ തന്നെ ചുള്ളിക്ക SSF കൂടി ഇവിടെ തൽക്കാലം സാധനം കൊണ്ടുവന്നതിനാ. പക്ഷെ സ്പീഡ് എത്രത്തോളം ഉണ്ട്, അതിന്റെ കുവ്വത്ത് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഉപയോഗിച്ച് നോക്കിയാലേ അറിയുള്ളൂ. ഞാൻ അതിന് വല്ല സ്പീഡ് കുറവുണ്ടെങ്കിൽ മാറ്റാന്നും ഓര് എന്നെ പറഞ്ഞും ചെയ്തത്. അപ്പൊ ഇൻഷാ അല്ലാഹ് മുടങ്ങാതെ പരമാവധി കഴിയുന്ന അത്ര മുന്നോട്ട് ദർസ് മുടങ്ങാതെ കൊണ്ടുപോകാൻ തന്നെ നോക്കാം. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഉണർത്താനുള്ളത് ചെറിയൊരു മാറ്റം. സൗദിയൻ ടൈം 1 മണി മുതൽ 2:30 വരെ ആയിരിക്കും ഇനിയുള്ള ദർസ്. 3/4 മണിക്കൂർ ദർസും 3/4 മണിക്കൂർ സംശയ നിവാരണമായിട്ട്. ഓത്ത് ഇങ്ങനെ തന്നെ ആകുക. ഏത് ഇപ്പൊ നമ്മൾ ഓതി പോരുന്ന തുടർച്ചയായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാകുക. പക്ഷേ ചോദ്യോത്തരം സാന്ദർഭികമായി നോമ്പുമായി ബന്ധപ്പെട്ടതോ തറാവീഹുമായി ബന്ധപ്പെട്ടതോ മറ്റ് റമദാൻ മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളോ ഒക്കെ ആയിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. പക്ഷേ ദർസ് നടക്കുക തർത്തീബ് അനുസരിച്ച് തന്നെ ആയിരിക്കും എന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയൊക്കെ ഉണർത്തിക്കൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. ദുആ വസിയ്യത്തോടെ ഇനി ചോദ്യകർത്താക്കൾക്ക് മൈക്കിൽ വരാവുന്നതാണ്. അസ്സലാമു അലൈക്കും.